ഇബാറത്തുകളും കൊണ്ടുവന്ന് ഇതിന്റെ ഏറ്റവും അവസാനം നിലപാട് പറയുകയാണ്. ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം മൻ തഅല്ലഖത് റുയാഹു, ഒരാൾ ഹബീബുമായി ബന്ധപ്പെട്ട സ്വപ്നം കാണുന്നു, സ്വപ്നത്തിൽ അവന് മനസ്സിലായി ഞാൻ കണ്ടതെന്റെ നേതാവിനെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി, എന്നാൽ അത് ഫഹിയ റുയ സ്വഹീഹ, അത് തീർച്ചയായും വ്യക്തമായ സ്വഹീഹായ സ്വപ്നമാണ് കേട്ടോ. എപ്പോഴെങ്കിലും കണ്ട ഒരാളുടെ മനസ്സിൽ ഇത് റസൂലാണ് എന്ന് തോന്നിയാൽ ഫഹുവ നിദാറ, അത് അവനുള്ള മുന്നറിയിപ്പാണ്. അത് അല്ലാഹുവിൽ നിന്നാണ്, റസൂലിൽ നിന്നാണ്. അതിന്റെ വ്യാഖ്യാനം അവൻ പഠിക്കണമെന്നർത്ഥം. സവാഉൻ കാന അലാ സിഫതിഹിൽ മൻഖൂല അം ലാ, അത് നമ്മൾ പഠിച്ച വിശേഷണത്തോട് കൂടെയാണെങ്കിലും അല്ലെങ്കിലും. ഇനി കേട്ടോളൂ ബാക്കി. വഖദ് കുന്തു, ഇമാം അവറുകൾ പറയുകയാണ്, ഞാനായിരുന്നു അഖംതു ദഹ്റൻ, കാലങ്ങളോളം ഞാൻ വിചാരിച്ചിരുന്നു, അന്ന ഹാദാ ഇന്നമാ യകൂനു ഫീമാ ഇദാ റഅ തിൽക സൂറത ബിഐനിഹാ, ഞാനും ഇങ്ങനത്തെ ഒരാളെ കിട്ടാനാണ് കാത്തിരുന്നത്. ഒരുപാട് കാലമായി ഖറാഫിയുടെ ഇബാറത്തും സുംഹൂദിയുടെ ഇബാറത്തും പറഞ്ഞ് നിങ്ങൾ നടക്കുന്നില്ലേ, ഇതിന്റെ അർത്ഥമെന്ന് പറ. ഒരുപാട് കാലം ഞാൻ ധരിച്ചിരുന്നു ഈ വിഷയത്തിൽ ഈ റസൂലുള്ളാഹിന്റെ മുഴുവൻ വിശേഷണങ്ങളും അറിഞ്ഞാലേ റസൂലാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂ എന്ന് ഞാനും വിചാരിച്ചിരുന്നു. വഇന്നമായ അലമു ദാലിക സ്വഹാബ, സ്വഹാബാക്കളെ ഇത് അറിയൂ, ഔ മൻ ദഫഅഹു അല്ലാഹു ലിദാലിക, അല്ലെങ്കിൽ അത്രയും ഉന്നതരമായ പണ്ഡിതന്മാരെ അറിയൂ എന്ന് ഞാനും മനസ്സിലാക്കിയിരുന്നു. പിന്നീട് ഞാൻ തിരുത്തി, ഞാൻ വാദിച്ചു അത് ശരിയല്ല. നിങ്ങൾ ഈ പറഞ്ഞ സാധ്യത പിശാച് റബ്ബാണെന്ന് തന്നെ വാദിക്കൂലേ? ഇങ്ങനെയുള്ള മുഴുവൻ സാധ്യതകളും വരുന്നത് നേരെ കണ്ണുകൊണ്ടുള്ള കാഴ്ചയിലാണ്, യഖ്ലത്തിലാണ്. പിശാചിന് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. നമ്മുടെ ചർച്ച സ്വപ്ന ലോകത്തെ കുറിച്ചാണ്. അവിടെ ഈ രൂപത്തിലുള്ള ഒരു സംഭവം നടക്കുകയില്ലെന്ന് നസീഹത്തുൽ ലബീബിന്റെ 51ാമത്തെ പേജിൽ ഇമാം സുംഹൂദി തന്നെ തിരുത്തി എന്ന് പറഞ്ഞിട്ട് സുംഹൂദി ഇമാം തിരുത്തിയ ആ പഴയ വാദത്തിലേക്ക് കൊണ്ടുപോയി അഹ്ലുസുന്നയുടെ ആളുകളെ റസൂൽ വന്നാൽ അത് പിശാചിന്റെ ഭാഗത്ത് നിന്നാണെന്ന് ധ്വനിപ്പിക്കാനുള്ള ശ്രമമുണ്ടല്ലോ, ഞങ്ങളിവിടെ ജീവിക്കുന്ന കാലത്തോളം അനുവദിക്കുകയില്ല. ഹബീബായ